നമസ്കാരം, എല്ലാവർക്കും രുചിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പുതിയെന്ന് പറയാൻ ഒക്കത്തില്ല, ഒരു വളരെ വ്യത്യസ്തമായിട്ടൊരു പായസമാണ് ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വളരെ കളർഫുള്ളായിട്ടുള്ള പായസം, അതായത് ബീട്രൂട്ട് വെച്ച്. എല്ലാവരും ബീട്രൂട്ടൊക്കെ വെച്ചിട്ട് പല ഡിഷസ് ചെയ്യാറുണ്ട്. എന്നാൽ നമുക്ക് പായസം എനിക്കൊന്ന് ഒരുപാട് പേര് ചെയ്യാറുണ്ട്. എന്നാലും നമ്മൾ ഇന്നൊരു നല്ല ടേസ്റ്റി ആയിട്ട്, അതായത് ബീട്രൂട്ട് എന്ന് പറയുമ്പം വളരെ ഒന്ന് രുചി, രണ്ട് ഗുണം. അതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ ഭയങ്കര നല്ല. അപ്പോൾ നമ്മൾ സാധാരണ മെഴുക്ക് പുരട്ടി അല്ലെങ്കിൽ എന്തെങ്കിലും തോരനൊക്കെ ചെയ്യുന്നത് പോലെ നമുക്കിതൊരു പായസം അത് ചെയ്യാം. അപ്പോൾ നമുക്കതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ ബീട്രൂട്ട് ഏകദേശം 1 കിലോ ബീട്രൂട്ട് ഞാൻ നല്ലതായിട്ട് പീസസ് ആക്കി അത് പ്രഷർ കുക്ക് ചെയ്ത് ഒരു 3-4 വിസിൽ പ്രഷർ കുക്ക് ചെയ്ത് അത് വേവിച്ച് അത് അരിച്ച് വെച്ചിരിക്കുക. അത് എളുപ്പത്തിന് വേണ്ടി അങ്ങ് ചെയ്തതാണ്. അപ്പോൾ അല്ലെങ്കിൽ ശരിക്കും അതൊക്കെ വേവിക്കാൻ ഇത് ബോയിൽ ചെയ്യാനും കുക്ക് ചെയ്യാനും ഒക്കെ ടൈം എടുക്കും. അതുകൊണ്ട് നമ്മളിങ്ങനെ അങ്ങ് ചെയ്തെന്നുള്ളതേ ഉള്ളൂ. അരിച്ച് വെച്ചിരിക്കുകയാണ്. പിന്നെ എല്ലാവരും ഇത് പാലിൽ ചെയ്യാറുണ്ട്. നമ്മൾ അല്പം തേങ്ങാപ്പാൽ ഒഴിക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ശർക്കര പാനിയാക്കിയത്, ഒരു 3-4 ഉണ്ട ശർക്കര പാനിയാക്കി അരിച്ചു വെച്ചതും. ശർക്കര ക്ലിയർ ചെയ്യുന്നതിനൊക്കെ ഒരു ഇതുണ്ട്. ശർക്കര നല്ല ക്ലീനായിട്ടുള്ള ശർക്കര ആയിരിക്കണം, അത് ശ്രദ്ധിക്കണം. അത് നമുക്കത് ക്ലീൻ ചെയ്യുന്ന മാർഗ്ഗമുണ്ട്. പിന്നെ ചൗവരി, പിന്നെ അതിന് വേണ്ടതെന്ന് പറഞ്ഞാൽ നട്ട്സ്, കിസ്മിസ്, സാധാരണ പായസത്തിന് വേണ്ട സാധനങ്ങളൊക്കെ, ചുക്കുപൊടി, അല്പം ഉപ്പ്, ഏലയ്ക്ക, പിന്നെ നമ്മൾ നെയ്യ്, ഇത് തനിപ്പാൽ, പിന്നെ 2ാം പാൽ ഇതെടുത്ത് വെച്ചുകൊണ്ട് അല്പം മിൽക്ക് മെയ്ഡ്. അതായത് മധുരത്തിന് ഇച്ചിരി കുറവുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അല്പം മിൽക്ക് മെയ്ഡ് ചേർക്കാം. മിൽക്ക് മെയ്ഡൊക്കെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക രുചി. മധുരം നമ്മൾ ടെസ്റ്റ് ചെയ്യും, കാരണം ഒന്ന് ശ്രദ്ധിച്ചോണം. കാരണം ഈ ബീട്രൂട്ട് എന്ന് പറയുമ്പോൾ ഓൾറെഡി മധുരമുണ്ട്. അപ്പോൾ അതിൻ്റെ അതിനനുസരിച്ച് മധുരം ചേർക്കാം. നമുക്കിപ്പോൾ ആദ്യമേ ഇത് നമുക്ക് ഈ നട്ട്സും കിസ്മിസും ഒന്ന് നെയ്ക്കകത്ത് വഴറ്റിയെടുക്കാം. അപ്പോൾ ഞാൻ ഏകദേശം എല്ലാ ഐറ്റംസ് പറഞ്ഞെന്ന് തോന്നുന്നു. പിന്നെ ഞാൻ ഏലക്ക ഞാനിവിടെ പൊടിച്ച്, ഏലക്ക ഒന്ന് പൊടിയാൻ വേണ്ടിയിട്ട് ഏലക്ക അല്പം പഞ്ചസാര ചേർത്താണ് അത് പൊടിച്ചത്. അപ്പോൾ അതുകൊണ്ടാണ് അത് വെളുത്ത് ഇങ്ങനെ ഇരിക്കുന്നത്. ശരിക്കും ഏലക്കയുടെ കണ്ടൻറ്റാണിത്. ഓക്കെ, അപ്പോൾ അല്പം പഞ്ചസാര ചേർത്തപ്പോൾ ഇച്ചിരി കൂടിപ്പോയി, എന്നാലും ഏലക്കയാണിത്. ചെറിയ ഉരുളിയിൽ നമ്മളത് ചെയ്തേക്കുക. ചിലരൊക്കെ ഓട്ടുരുളിയിലൊക്കെ ചെയ്യാറുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ചെറിയ ഒരു ഉരുളി, കാരണം പായസത്തിൻ്റെ ഒരു ലുക്ക് വരണമെങ്കിൽ ശരിക്കും ഉരുളി തന്നെ ചെയ്തെടുക്കുന്നതാണ് നല്ലത്. ഇതിൻ്റെ കൂടെ നമുക്ക് അല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഈ നെയ്യ് ബാക്കി ഉണ്ടെങ്കിലും കുഴപ്പമില്ല, നമ്മൾ നട്ട്സും കിസ്മിസും എടുത്തതിന് ശേഷം, കാരണം നെയ്ക്കകത്താണല്ലോ സാധാരണ പായസം ചെയ്യുന്നുള്ളത്. അപ്പോൾ ആ ബീട്രൂട്ടും ആ നെയ്ക്കകത്ത് കിടക്കുന്നതിനകത്ത് കുഴപ്പമൊന്നുമില്ല. നെയ്യൊക്കെ നമ്മുടെ ഒരു യുക്തി പോലെ, അല്ലാതെ ഇങ്ങനെ ഇത്ര സ്പൂൺ നെയ്യ് അങ്ങനൊന്നും ഇല്ല. നമുക്കറിയാമല്ലോ നെയ്യുടെ നെയ്യ് ഒത്തിരി ടേസ്റ്റ് കൊടുക്കും പായസത്തിന്. അപ്പം നമുക്ക് നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന നട്ട്സും കിസ്മിസും നമുക്കൊന്ന് ആദ്യമേ നട്ട്സും കിസ്മിസും ചെയ്തിട്ടങ്ങ് നമുക്ക് മാറ്റി വെക്കാം. ലാസ്റ്റ് നമുക്ക് ഗാർണിഷ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. നെയ്യൊന്ന് ഉരുകി വരട്ടെ. ഈ നട്ട്സും കിസ്മിസും ഒന്ന് വഴറ്റിയെടുക്കാം. ചെറിയൊരു ബ്രൗൺ കളറിൽ ആദ്യമേ വഴറ്റി മാറ്റി വെച്ചാൽ. ഈ നട്ട്സൊക്കെ ശരിക്കും ഈ പായസത്തിന് ഭയങ്കര ടേസ്റ്റ് കൊടുക്കുന്ന സാധനമാണ്. അപ്പോൾ ശരിക്കും നട്ട്സ് ചില കറികൾക്ക് ഉണ്ടല്ലേ, അത് ആ നട്ട്സ് ഇടയ്ക്കൊന്ന് കടിക്കുന്നതും ഒക്കെ ഭയങ്കര ടേസ്റ്റ് അല്ലേ. അപ്പം നട്ട്സ് നിങ്ങൾക്ക് ആവശ്യാനുസരണം ചേർക്കണം. തീരെ കുറവായി ചേർക്കുന്നതിനൊക്കെ നല്ലതാണ്. നട്ട്സിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് ഈ പായസത്തിനകത്തോട്ട് ഇറങ്ങും. ഞാൻ ശരിക്കും ഈ ബീട്രൂട്ട് ശരിക്കും ഇച്ചിരി കൂടുതൽ എടുത്തിട്ടുണ്ട്. സാധാരണ ഒരു 2-3 ബീട്രൂട്ട് വെച്ച് നമുക്ക് വീട്ടിലൊക്കെ ചെയ്തെടുക്കാം. ഇവിടെ നമുക്ക് കുറച്ചേറെ ആൾക്കാരുള്ളതുകൊണ്ട് ഇച്ചിരി കൂടുതൽ എടുത്തെന്നുള്ളതേ ഉള്ളൂ, എല്ലാവർക്കും ഒന്ന് ടേസ്റ്റ് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ ശരിക്കും ഒരു 2-3 ബീട്രൂട്ട് മതിയാവും ശരിക്കും.
നമുക്കിത് ഗാർണിഷ് ചെയ്യാനായിട്ട് ലാസ്റ്റ് ഉപയോഗിച്ചാൽ മതിയാവും. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ബീറ്റ്റൂട്ട് നമുക്ക് ഈ നെയ്യ് അതിനകത്ത് കിടന്നോട്ട് കുഴപ്പമില്ല, നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കും. നമുക്ക് നമ്മുടെ ഈ ബീറ്റ്റൂട്ട് നമ്മൾ അതിനകത്ത് ഒരല്പം നെയ്യുണ്ട്, പിന്നെ നമ്മൾ ഇനി വീണ്ടും നെയ്യ് ഒഴിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ആ ബീറ്റ്റൂട്ട് അതിൻ്റെ പച്ചമണമുണ്ട് അതിന്. ശരിക്കും നമ്മൾ ആക്ച്വലി പച്ചമണം മാറിയിട്ടെന്ന് വെച്ചാൽ അത് നമ്മൾ ഓൾറെഡി ബോയിൽ ചെയ്തതാണ്, നമ്മൾ പ്രഷർ കുക്ക് ചെയ്ത് നല്ലതായിട്ട് വെച്ചതിന് ശേഷം നമ്മൾ അരിച്ചെടുത്ത ബീറ്റ്റൂട്ടാണ്. പക്ഷേ ഇതൊന്ന് അരിക്കുന്നത് നന്നായിരിക്കും, കാരണം അതിൻ്റെ ആ ഒരു പെഷഡ് പോലുള്ള സാധനം നമുക്ക് ഒരു ഇച്ചിരി ഇത് ചെയ്യും. അപ്പോൾ ഒന്ന് അരിച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. ഇതുമായിട്ടൊന്ന് യോജിച്ച് പോട്ടെ. അപ്പോൾ ഇനിയൊരു തവി എടുക്കാം. ആ ബീറ്റ്റൂട്ട് ഒന്ന് വെന്ത് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ശർക്കര, ശരിക്കും ഇത് തേങ്ങാപ്പാലിനകത്ത് മാത്രമായിട്ടാണ് ഇതിന് ചെയ്യാം, പക്ഷേ ശർക്കര ഒഴിക്കുമ്പോൾ ഒന്നുകൂടെ അതിനൊരു ടേസ്റ്റും എല്ലാം കൊടുക്കും. ശർക്കര പാനി ഇവിടെ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഞാനൊരു 3-4 ഉണ്ട ശർക്കര, കാരണം ബീറ്റ്റൂട്ട് ഏകദേശം 1 കിലോ എടുത്തേക്കുന്നുണ്ട്, 3-4 ഉണ്ട അത് നല്ലതായിട്ട് അരിച്ചെടുത്താണ്. ഇത് ശർക്കര വൃത്തിയാക്കുമ്പം പണ്ട് ഇവിടുത്തെ അമ്മച്ചയൊക്കെ പറഞ്ഞു കേൾക്കുന്ന പോലെ ഞാൻ ശർക്കര വൃത്തിയാക്കും, ഒരുപാട് അഴുക്ക് ഇതിനകത്ത് ഉണ്ടാവും, ഒത്തിരി ഇങ്ങനെ മുകളിൽ പോകും. അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ അരിക്കുക മാത്രമല്ല, ആ ശർക്കര ആ പാനിയാക്കുന്ന സമയത്ത് അതിൻ്റെ മുകളിലോട്ടൊരു അല്പം പാലൊഴിച്ചു കൊടുത്താൽ ആ മുകളിൽ അതിൻ്റെ ഡേർട്ടെല്ലാം എനിക്ക് പൊങ്ങി വരും. അപ്പോൾ നമുക്കതങ്ങ് എടുത്ത് മാറ്റാം, പിന്നെ ഒന്ന് അരിച്ചാൽ അത് പക്ക വൃത്തിയാവും. നമ്മൾ അങ്ങനെ വൃത്തിയാക്കിയെടുത്ത ശർക്കരയാണിത്. ശർക്കര വാങ്ങിക്കുന്ന സമയത്ത് നല്ല ക്വാളിറ്റി ശർക്കര വാങ്ങിക്കാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ കാരണം ആ ശർക്കരയുടെ ആ ക്വാളിറ്റി കുറവ് ഈ പായസത്തെ നല്ലതായിട്ട് ബാധിക്കും. അതുകൊണ്ട് നല്ല ക്വാളിറ്റി ഉള്ള ശർക്കര നമുക്ക് എല്ലാ സ്റ്റോഴ്സിലും വാങ്ങിക്കാൻ കിട്ടുമല്ലോ, അപ്പോൾ അങ്ങനെയുള്ളത് നോക്കിയെടുക്കണം. ഇനിയിപ്പോൾ ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ആവണം. ശരിക്കും ഈ ശർക്കരയും ഈ ബീറ്റ്റൂട്ടിന് ഓൾറെഡി മധുരമുണ്ട്, ശർക്കരയ്ക്കും മധുരമുണ്ട്, അതിനനുസരിച്ച് വേണം നമ്മളിനി ബാക്കി മിൽക്ക് മെയ്ഡ് വേണം. നമുക്ക് മിൽക്ക് മെയ്ഡ് ടേസ്റ്റ് കിട്ടും, പക്ഷേ അതിനനുസരിച്ച് വേണം മിൽക്ക് മെയ്ഡ് ചേർക്കാനും. ഇതെല്ലാം പാലും ഒക്കെ ഇട്ടതിന് ശേഷം മധുരം കുറവുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതിയാവും. ഇത് രണ്ടും കൂടെ ഒന്ന് ബ്ലെൻഡ് ആയിക്കോട്ടെ. നമുക്കൊരല്പം വേണമെങ്കിൽ നെയ്യൂടെ അതിൻ്റെ കൂട്ടത്തിൽ ആ നെയ്ക്കകത്ത് കിടന്ന് ഇതൊന്ന് ടേസ്റ്റ് ആവാനോട് അല്പം നെയ്യോട്ട് ഇട്ട് കൊടുക്കാം. ഓൾറെഡി നെയ്യ് അതിനകത്ത് കിടപ്പുണ്ടായിരുന്നു, എന്നാലും ഒന്നുകൂടെ അല്പം. വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു പായസമാണ്. പിന്നെ നമ്മൾ ഇൻഗ്രീഡിയൻറ്റ് ഇച്ചിരി ഡിഫറെൻ്റ് ആയതുകൊണ്ട് ഒരു ടേസ്റ്റി ആയിട്ട് ഉള്ളൊരു പായസം ഉണ്ടാക്കാമെന്നുള്ളതേ ഉള്ളൂ. അത് ഇച്ചിരി കളർഫുള്ളാണ്. നല്ലതായിട്ടൊന്ന് തിളച്ച് വന്നോട്ടെ. ശർക്കര ഓൾറെഡി നല്ലതായിട്ട് തിളപ്പിച്ച് നല്ലതായിട്ട് വൃത്തിയാക്കിയ ശർക്കരയും കൂടെ ആയതുകൊണ്ട്, ബീറ്റ്റൂട്ടും വെന്തതായതുകൊണ്ട് പിന്നെ നമുക്ക് ഒരുപാട് അങ്ങ് കിടന്ന് ഇത് ചെയ്യണം. പിന്നെ ആ നെയ്ക്കകത്തൊന്ന് ബ്ലെൻഡ് ആവണം, അത്രയേ ഉള്ളൂ. ഒന്ന് തിളച്ചോട്ടെ ഇത്, കാരണം പാല് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരുപാട് ഇത് തിളയ്ക്കേണ്ട കാര്യമില്ല. ശരിക്കും
ഇനി നമുക്കിതിലേക്ക് ഇത് ചെയ്ത് വരുമ്പോൾ തന്നെ നമുക്ക് അല്പം ചൗരി ഇട്ട് കൊടുക്കാം. ചൗരി എന്ന് പറഞ്ഞാൽ പായസത്തിനൊരു കുറുക്ക് കിട്ടാനായിട്ടാണ് ചൗരി. പിന്നെ അത് നല്ല ടേസ്റ്റുമാണ് ശരിക്കും. അപ്പം നമുക്കതിനകത്ത് ഞാൻ വേവിച്ച് വെച്ചിരിക്കുന്ന ചൗരിയാണ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ചൗരി ആ പായസത്തിന് കുറുക്ക് പോരാങ്കിൽ അതിനനുസരിച്ച് ആവശ്യത്തിന് എടുത്തോണം. ഞാനതേണ്ട ഏകദേശം ഒരു കപ്പ് ചൗരി ഇതിലേക്ക് ചേർക്കുകയാണ്. അത് ഏകദേശം ചൗരി അതിൻ്റെ പായസത്തിൻ്റെ ആ ഒരു തിക്നെസ് പോരാ എന്നുണ്ടെങ്കിൽ ചൗരി അതിന് ആവശ്യത്തിന് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പം വേണ്ട ഇതൊന്ന് തിള വരുന്നുണ്ട്. നമ്മുടെ ഈ ബീട്രൂട്ടും കാരണം ഇത് പാല് ചേർത്ത് കഴിഞ്ഞ് പിന്നെ നമുക്ക് ഒരുപാട് ഇത് തിളപ്പിക്കാൻ ഒക്കത്തില്ല. അപ്പം അതുകൊണ്ട് ആദ്യമേ ആ ശർക്കരയും ബീട്രൂട്ടും എല്ലാം കൂടെ ഇപ്പം നിങ്ങൾക്ക് അറിയുന്നില്ല, പക്ഷേ ശരിക്കും ഒരു ബീട്രൂട്ടാണ് പോലും മനസ്സിലാകാത്ത രീതി നല്ല നെയ്ക്കകത്ത് ആ ശർക്കരയുടെയും ഇതിൻ്റെ എല്ലാം നല്ല മണം വരുന്നുണ്ട്. സാധാരണ ഗതിയിൽ എനിക്ക് തോന്നുന്നു കുറേ പേർക്ക് ബീട്രൂട്ട് ഇഷ്ടമല്ലാത്തൊരു വെജിറ്റബിളാണ്. കാര്യം പിള്ളേർക്ക് കൊടുക്കാനാണെങ്കിൽ കളർഫുള്ളാണെങ്കിൽ പറഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് എനിക്കുൾപ്പെടെ എനിക്കിഷ്ടമല്ല ശരിക്കും. നമുക്ക് അപ്പോൾ ഇത് ഒരു മെഴുക്കുവരട്ടി ചെയ്താലോ അല്ലെങ്കിൽ തോരൻ്റെ കൂടെയൊക്കെ ഞങ്ങൾ മിക്സ് ചെയ്ത് കയറ്റത്തേ ഉള്ളൂ. കാരണം ഈ ബീട്രൂട്ടിൻ്റെ ആ ടേസ്റ്റ് പക്ഷേ എന്നാലും ഒരു കളർഫുൾ ആവാൻ വേണ്ടിയിട്ട് ഒരു പ്രാവശ്യം ഞാനൊരു ബീട്രൂട്ട് വെച്ചൊരു കപ്പ ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നു നേരത്തെ ഒരു എപ്പിസോഡിൽ. അപ്പോൾ ഇപ്പോൾ ഈ ബീട്രൂട്ട് വെച്ചൊരു പായസം എന്ന് പറയുമ്പോൾ കളർഫുള്ളായിരിക്കും. പക്ഷേ ഒന്നാമത് ഇത് നല്ല ടേസ്റ്റിയുമാണ്. മാത്രം ഒന്നല്ല, പിന്നെ ഇത് മെഡിസിനിലാണ് ശരിക്കും. ഈവൻ ക്യാൻസറിനൊക്കെ വരെയുള്ള ട്രീറ്റ്മെൻറ്റിന് ഈ ബീട്രൂട്ട് വളരെ നല്ലതെന്ന് പറയുന്നുണ്ട്. കാരണം ABC ജ്യൂസൊക്കെ പറയുന്നുണ്ട്. അത് വൺ ഓഫ് ദ തിങ് ബീട്രൂട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ബീട്രൂട്ടിന് അതിൻ്റെ ഒരു ഗുണമുണ്ട്. അപ്പോൾ ഒരു പായസമായിട്ടൊക്കെ കുടിക്കുമ്പം എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മൾ തീ ഒന്ന് കുറച്ചുകൊണ്ട് നമുക്ക് ഇതിലേക്ക് രണ്ടാം പാല് ചേർക്കുക. അപ്പം ആ കളറ് മാറിയണ്ടോ? അല്പം രണ്ടാം പാല് നമുക്ക് ഇതിനകത്ത് ചേർത്ത് കൊടുത്തിട്ട് ഈ ബീട്രൂട്ട് അതുകൂടെ അതിനകത്ത് കിടന്നൊന്ന് നല്ലതാണ്. നമ്മളിനി തനിപ്പാൽ ലാസ്റ്റ് ചേർക്കുന്നുണ്ട്, തനി തേങ്ങാപ്പാൽ ചേർക്കുന്നുണ്ട്. അപ്പം നമ്മൾ അതുകൂടെ ആകുമ്പോഴത്തേക്ക് നല്ലതായിട്ട് ബ്ലെൻഡ് ചെയ്ത് ഇപ്പോൾ ഈ പായസം അഥവാ കുറുകുന്നില്ലെങ്കിൽ, അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കുറുക്കില്ല, നമുക്ക് ഒരപ്പോടെ ചൗരി ചേർത്താൽ മതിയാവും. അപ്പം നമുക്ക് ഇങ്ങനൊരു നമ്മൾ കൂടുതൽ ചെയ്യുമ്പോൾ അതിനൊരു കണക്കില്ല. നമുക്കറിയാമല്ലോ ഒരു യുക്തിയോടെ ചെയ്യാനായിട്ട്. പഞ്ചസാര കുറവാണെങ്കിൽ മധുരം കുറവാണെങ്കിൽ ഇപ്പോൾ ശർക്കരയുടെ മധുരം നമ്മളൊരു ലിമിറ്റാണ് ചേർത്തേക്കുന്നത്. എങ്ങാണം അതിൻ്റെ കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അല്പം മിൽക്ക് മെയ്ഡ് ചേർത്താലും മതി, അല്ലെങ്കിൽ പഞ്ചസാര. മിൽക്ക് മെയ്ഡ് ചേർത്താൽ ആ പായസത്തിന് ഒന്നുകൂടെ ഒരു ടേസ്റ്റ് വരും. രണ്ടാം പാൽ ചേർത്തേക്കുന്നത് കൊണ്ട് ഞാൻ അല്പം തീ കുറച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇതിലേക്ക് ആ രണ്ടാം പാലും കൂടെ ചേർത്ത് ഒരു നല്ല രുചിയായിട്ട് ഭയങ്കര കളറ്, നല്ല രസമുള്ള കളറ്. ഇനി അത് എല്ലായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തോട്ടെ. നമ്മൾ ലാസ്റ്റ് പിന്നെ തനിപ്പാൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളിത് ഒരുപാട് ചൂടാക്കത്തില്ല. കാരണം പിന്നെ അത് പായസം പിരിഞ്ഞു പോകും. അതിനൊക്കെ നല്ലത് ആദ്യമേ ഇതെല്ലാം കൂടെ ചേർന്ന് നല്ലതായിട്ട് ഈ ഘട്ടത്തിൽ നമുക്ക് വേണമെങ്കിൽ മധുരമൊക്കെ നോക്കാം. ശരിക്കും മധുരം എന്തുമാത്രം വേണമെന്നുള്ളതും എല്ലാം നോക്കാം. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അല്പം കുറുകാനായിട്ട് ചേർത്താൽ മതി. ഇനി നമുക്ക് തനിപ്പാൽ ചേർക്കുന്നതിന് മുമ്പ് നമുക്ക് ഒരു 1-2 കാര്യങ്ങൾ, ഒരു ചെറിയ നമുക്ക് അല്പം ഈ ടേസ്റ്റ് ശരിക്കും മധുരം ഭയങ്കര ഒരു മധുരത്തിനെ ബാലൻസ് ചെയ്യാനായിട്ട് നമുക്കൊരല്പം ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കാം ഇതിലേക്ക്. ഇത് ഇളക്കാൻ ശ്രദ്ധിച്ചോണേ. കാര്യം എന്ന് വെച്ചാൽ തീ അടുക്കി പിടിക്കാതെ ഒന്ന് ശ്രദ്ധിച്ചോണം. കാരണം തനിപ്പാൽ ചേർത്ത് നമ്മൾ ചെറിയ തീയിലായിരിക്കും തനിപ്പാൽ ചേർക്കുന്നത്. ഒരല്പം ഉപ്പിട്ട് കൊടുക്കുമ്പോൾ ആ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ മധുരത്തിൻ്റെ. ഇനി നമുക്ക് ഇതിലേക്ക് അല്പം ചുക്കുപൊടി. അപ്പം ചുക്കുപൊടിയൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ചില മധുരം കഴിക്കുമ്പോൾ നമുക്കൊന്ന് ചെടിക്കുമല്ലോ. അപ്പോൾ ആ ചെടിക്കാതിരിക്കാനായിട്ടാണ് നമ്മൾ അല്പം ചുക്കുപൊടി ഇട്ട് കൊടുക്കുന്നത്. അത് മാത്രമല്ല, അത് പിന്നെ ദഹനത്തിനും എല്ലാത്തിനും നല്ലതാണിത്.
ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ ഇതെല്ലാം ഒന്ന് ഇത് ചെയ്തുകൊണ്ടാണ് നമ്മൾ ലാസ്റ്റ് എല്ലാം ചേർക്കുന്നത്. ഉപ്പിട്ട് കൊടുത്തു, ഇതിട്ട് കൊടുത്തു. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഏലക്ക, ഏലക്ക അല്പം പഞ്ചസാര ചേർത്താണ് പൊടിച്ചേക്കുന്നത്. അപ്പം അതുകൊണ്ട് പിന്നെ പഞ്ചസാര വെളുത്തിരിക്കുന്നത് നല്ലതായിട്ട് പൊടിയാൻ വേണ്ടി നമ്മളല്പം, പിന്നെ നമുക്ക് അല്പം മധുരം പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാമല്ലോ, ആ മധുരവും കൂടെ ഇരുന്നോളും. അതുകൊണ്ടാണ് നമ്മൾ അല്പം ഏലക്ക വെച്ചിട്ട് പഞ്ചസാര ചേർത്ത് ഇത് ചെയ്ത് നമുക്കിതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. തനിപ്പാൽ ചേർക്കുമ്പോൾ ആ മധുരം അങ്ങ് ബാലൻസ്ഡ് ആയിക്കോളും. ഇത് ചേർത്ത് ഇളക്കാം. അപ്പോൾ നമ്മളിത് ചുക്കുപൊടിയും ഉപ്പ് ഇതെല്ലാം ഇട്ട് നമ്മൾ ബാലൻസ് ചെയ്തിട്ട് ഏലക്കാപ്പൊടി ഇട്ടു. ഇത് എല്ലാം ഞാൻ ഏലക്ക അല്ലാതെ കാണിച്ചെന്നുള്ളതേ ഉള്ളൂ. നമ്മൾ ഇച്ചിരി പഞ്ചസാര ചേർത്ത് പൊടിച്ചു, അതിനകത്ത് ഇച്ചിരി പഞ്ചസാര ചേർത്ത് ഇതിനകത്ത് ഇച്ചിരി മധുരം കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഇനി നമുക്കിതിലേക്ക് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് തീ കുറച്ചുകൊണ്ട് നമുക്ക് ഇപ്പം തേങ്ങാപ്പാൽ ചേർക്കാം. തേങ്ങാപ്പാൽ ഞാൻ കുറച്ചങ്ങ് എടുത്തതേ ഉള്ളൂ. തനിപ്പാൽ നമുക്ക് ഇതിനനുസരിച്ച് ഒന്ന് ആ പായസത്തിൻ്റെ ഇതിനനുസരിച്ച് അങ്ങ് എടുത്തുള്ള ഈ 1 കിലോ ബീട്രൂട്ട് വെക്കുന്ന സമയത്ത് നമ്മൾ തനിപ്പാൽ കുറച്ചെടുത്ത് വെച്ചാൽ അതിൻ്റെ ആ പായസത്തിൻ്റെ ഒരു കുറുക്കിനനുസരിച്ച് അറിയാമല്ലോ. ഏകദേശം ഞാനിപ്പോൾ ഒരു 2 മുറി തേങ്ങയുടെ പാലെടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇങ്ങനെ ഒരു കണക്ക് എന്നുള്ളതില്ല. തനിപ്പാൽ ഇച്ചിരി ഒന്ന് ലൂസ്, അങ്ങനത്തെ എക്സാക്ട് തനിപ്പാലല്ല, ഒരു ഇച്ചിരി ലൂസായിട്ടൂടെ എടുത്തേക്കുന്നത്. കാരണം ഇതിനകത്തൊരു ലൂസായിട്ടൂടെ വരാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് ഇതിനെ എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് തീ കുറച്ചിടാൻ ഞാൻ ഇട്ടേക്കുന്നത്. ഒരല്പം നെയ്യ് തൂവി കൊടുക്കാം. നമ്മൾ ഓൾറെഡി നെയ്യ് ഇട്ടാണ് ഇതെല്ലാം ചെയ്തെങ്കിലും പായസത്തിന് നെയ്യുടെ മണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നെയ്യുടെ ടേസ്റ്റ്. ചിലർ അല്ലാതുള്ള പിന്നെ ബട്ടർ അല്ലെങ്കിൽ ഡാൽഡ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ, പക്ഷേ അതിനേക്കാൾ ടേസ്റ്റ് ഇതാണ്. പായസം ആ നെയ്ക്കകത്ത് കിടന്ന് ഇത് ആ ബീട്രൂട്ടിൻ്റെ എല്ലാം ഒരു ടേസ്റ്റ് നമ്മൾ ശരിക്കും ഇത് കഴിയുമ്പോൾ ഇത് ബീട്രൂട്ടാണെന്ന് അറിയത്ത് പോലുമില്ല. അതുപോലെ അങ്ങ് ആ ടേസ്റ്റ് അങ്ങ് മാറിക്കഴിഞ്ഞു ബീട്രൂട്ടിൻ്റെ. നമ്മൾ ആ നെയ്യൊക്കെ ഇട്ട് കഴിഞ്ഞു. ഇപ്പോൾ ഏലക്കയൊക്കെ ഇച്ചിരി പോരാഴിയെ വന്നാൽ വേണമെങ്കിൽ നമുക്ക് ഇച്ചിരി കൂടെ ഏലക്കയൊക്കെ പൊടിച്ചിടാം. നമ്മൾ ലാസ്റ്റ് ഇതെല്ലാം നമ്മളെ ഇത് യുക്തി പോലെ ഇതൊക്കെ ലാസ്റ്റ് നമ്മൾ നോക്കുന്നത്. അപ്പം നമ്മൾ തനിപ്പാൽ ആയതുകൊണ്ട് ആ തീ വളരെ കുറച്ചിട്ടുണ്ട്. കാരണം നമ്മൾ ഒരുപാട് പിന്നെ അത് വേവണ്ട ശരിക്കും. കാരണം എല്ലാം നല്ല വെന്ത ഇൻഗ്രീഡിയൻ്റ് ആണ് എല്ലാം. ഇനി നമുക്ക് ആവി ഓൾറെഡി വന്നു കഴിഞ്ഞു. തീ ഒന്ന് കുറച്ച് ഇതിപ്പോൾ കാരണം ആവശ്യത്തിന് ചൗരി ചേർത്തുകൊണ്ട് നമ്മളിതൊന്ന് തീ ഓഫ് ചെയ്ത് കുറച്ച് നേരം കഴിയുമ്പോൾ ഈ പായസം അങ്ങ് കുറുകും. അപ്പം അങ്ങനെ കാരണം ഇപ്പം ഇച്ചിരി ലൂസായിട്ടാണ് ഇത് കിടക്കുന്നതെങ്കിലും ഇത് ചൗരി ആവശ്യം ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത് അങ്ങ് കുറുകുന്നുണ്ട്. നമ്മൾക്ക് പിന്നെ വേണമെങ്കിൽ ഇതിനെ ലൂസ് ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അഥവാ ചിലപ്പം കുറുകി പോയെങ്കിൽ അതിനകത്ത് നമ്മൾ അല്പം പാലും വെള്ളം അല്ലെങ്കിൽ ഇച്ചിരി തേങ്ങാപ്പാൽ ചേർക്കേണ്ട, ഇച്ചിരി പാലും ഇച്ചിരി വെള്ളവും കൂടെ മിക്സ് ചെയ്ത് അതിനകത്തോട്ട് വേണമെങ്കിൽ മധുരമൊക്കെ പോരായ വരുവാണെങ്കിൽ വേണമെങ്കിൽ ഇച്ചിരി പിന്നെ പഞ്ചസാരയോ മിൽക്ക് മെയ്ഡ് അല്ലെങ്കിൽ മിൽക്ക് മെയ്ഡൊക്കെ മിൽക്ക് മെയ്ഡൊക്കെ ചേർക്കുമ്പോൾ അതിന് ആ പായസത്തിന് ഭയങ്കര ടേസ്റ്റ് വരും. ഇനി ഇതിരുന്ന് നന്നായിട്ട് കുറുകും. ഇത് ഒന്ന് ഇച്ചിരി ഒന്ന് ഇപ്പം നല്ല ഇതിരിക്കുന്നതുകൊണ്ടാണ് ഇപ്പം ഇരുന്ന് കുറുകാൻ തുടങ്ങും ഇത്. ഇപ്പം നമ്മുടെ ബീട്രൂട്ട് പായസം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് ഇത് മാറ്റാം. ഞാൻ പറഞ്ഞല്ലോ ഇപ്പോഴത്തെ ഇത് ഇരുന്നിനി ഒന്ന് കുറുകും ഇതുള്ളതുകൊണ്ട്. ഇപ്പോൾ കറക്റ്റ് ആ ഒരു പരുവത്തിൽ ഇരിക്കുകയാണ്. കുറുകുന്ന കാര്യം ഞാൻ പറഞ്ഞല്ലോ. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. അതിന് ശേഷമാണ് നമ്മൾ ഗാർണിഷ് ചെയ്യുന്നത്. എടുത്ത് ഒഴിക്കാൻ പ്രയാസമാണ്, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒഴിക്കുന്നത്. ശരിക്കും
അല്ലെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് ഇനി ഇതൊന്ന് ഗാർണിഷ് ചെയ്യാം. അത് നമ്മളിവിടെ നട്ട്സും കിസ്മിസും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് വെച്ച് നമുക്ക് ഇതൊന്ന് ഗാർണിഷ് ചെയ്യാം. അപ്പോൾ ഇതെല്ലാം കൂടെ ശരിക്കും ഇടേണ്ട കാര്യമില്ല. നമുക്ക് കുറച്ച് നമുക്ക് ഇതിനകത്തും അങ്ങ് ഇട്ടേക്കാം. ഇതിൻ്റെ മുകളിൽ ഇത് ഇട്ട് പോകുന്നുണ്ട്, മുകളിലോട്ടൊക്കെ പോവുക, പക്ഷേ കുഴപ്പമില്ല. ബാക്കി നമുക്ക് എടുത്ത് വെച്ച പായസത്തിലോട്ടൊക്കെ ഇടാം. നമ്മുടെ രുചിയേറിയ ബീറ്റ്റൂട്ട് പായസം വ്യത്യസ്തമായിട്ട് എല്ലാവരും ചെയ്തിട്ടുണ്ടാവും. എന്നാലും ഇത് തീർച്ചയായിട്ടും ഇതെല്ലാവരും ഒന്നുകൂടെ ഒന്ന് ട്രൈ നോക്കണം. ചിലർ പാലിനകത്ത് മാത്രം ചെയ്യുന്നതാണ്, പക്ഷേ ഇത് നമ്മൾ ശർക്കരയും പാലും എല്ലാം ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാത്തിൻ്റെ രുചി അതിന് കിട്ടും. ശർക്കരയുടെയും മധുരമൊക്കെ ഞാൻ ഓൾറെഡി മിൽക്ക് പെയിൻ എടുത്ത് വെച്ചിട്ടുണ്ട്. എങ്ങാനും മധുരം കുറവാണെങ്കിൽ ഇടുവാൻ വേണ്ടിയിട്ടാണ്. അപ്പം ശരിക്കും അപ്പം നമ്മൾ തീർച്ചയായിട്ടും ഈ ഡിഷ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും അഭിപ്രായം അറിയിക്കണം. താങ്ക് യു സോ മച്ച്.